ഹായ്, ഞങ്ങൾ രണ്ടുപേരും ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. തനിക്കുട്ടിന് സ്കൂൾ അടച്ച കാരണം വീട്ടിലിരുന്ന് ബോറടിച്ചു. അങ്ങനെ ചെറിയൊരു ഔട്ടിങ്, വേറെ എങ്ങുമല്ല, ഒരു ചെറിയ മെട്രോ ബസ്സിന് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ പുറത്ത് നല്ല ചൂടായ കാരണം ടാക്സിയിലാക്കി യാത്ര. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു സ്റ്റേഷനാണ് സ്റ്റേഡിയം. നമ്മുടെ ലുലുവിനടുത്തുള്ള സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. അങ്ങനത്തെ കുറച്ച് ദിവസമായി തനിക്കുട്ടൻ പറയുകയാണ് മെട്രോയിൽ പോകണം. അന്നേരം ഞങ്ങൾ കരുതി ഓക്കെ, ഇന്നത്തെ ഔട്ടിങ് മെട്രോ യാത്രയാവട്ടെ എന്ന്. അങ്ങനെ തനിക്കുട്ടൻ ലിഫ്റ്റിനകത്ത് കയറി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, ഏത് ബട്ടൺ പ്രസ് ചെയ്യണം. അങ്ങനെ ഞാൻ ചാടി കയറി പ്രസ് ചെയ്തു. പക്ഷേ തനിക്കൊണ്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വീഡിയോ എടുക്കുന്ന കാരണം ആ ദേഷ്യം ഇനി മറച്ചു വെച്ചു. പെട്ടെന്ന് ഭാവം മാറി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് നോൾ കാർഡ് എക്സ്പയർഡ് ആയി ഒരെണ്ണം. അങ്ങനെ ഞാൻ തനിക്കുട്ടിന് പുതിയൊരു നോൾ കാർഡ് വാങ്ങി. തനിക്കുട്ടൻ വളരെയധികം ഹാപ്പിയായി, കാരണം എൻ്റെ കയ്യിലിരിക്കുന്നത് പഴയതും തനിക്കുട്ടൻ്റെ കയ്യിലിരിക്കുന്നത് പുതിയതും. തനിക്കുട്ടൻ അങ്ങനെ പഞ്ച് ചെയ്ത് അകത്ത് കയറി മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലോട്ട് പോകുകയാണ്. ഞങ്ങൾ എത്തിസലാത്തിലോട്ട് പോവുകയാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് എത്തിസലാത്ത് മെട്രോ സ്റ്റേഷൻ. ഈ ലിഫ്റ്റിൽ കയറിയപ്പം തനിക്കുട്ടൻ്റെ കൺഫ്യൂഷൻ മാറി. തനിക്കുട്ടൻ കറക്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്തു. അതിൽ തനിക്കുട്ടൻ വളരെയധികം സന്തോഷമായി, കാരണം കറക്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്തില്ല. എന്നിട്ട് അവിടുന്ന് താഴോട്ട് നോക്കിയാണ്. താഴോട്ട് നോക്കുമ്പോഴത്തേനും നമ്മുടെ റോഡാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോഴത്തേനും തനിക്കുട്ടൻ വഴക്കുണ്ടാക്കി, എന്തിയെ ട്രെയിൻ വരാത്ത. അങ്ങനെ നമ്മുടെ അവിടെ കാണിക്കുന്നു 1 മിനിറ്റേ ഉള്ളെന്ന്. അങ്ങനെ ട്രെയിൻ വന്നു. തനിക്കുട്ടൻ ഡോർ തുറക്കുകയാണ്. സ്ലൈഡിങ് ഡോറാണ്, തുറന്ന് ഫോഴ്സ് ചെയ്ത് കയറുകയാണ്. കയറിയപ്പോഴത്തേനും ആരുമില്ല, എല്ലാം വേക്കൻറ്റ് സീറ്റാണ്. തനിക്കുട്ടൻ കൺഫ്യൂഷൻ, എവിടെ ഇരിക്കണം എന്ന്. അങ്ങനെ ഒരു സ്ഥലം, ഏതോ ഒരു സീറ്റിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ദുബായ് RTA പറ്റി പറയാതിരിക്കാൻ വയ്യ. എന്താണെങ്കിലും എവിടെ പോകണമെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് എവിടെ പോയാലും ഉണ്ടാവും. ഈവൻ അത് ബസ്സിലാണെങ്കിലും മെട്രോ ട്രെയിനിലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരുവിധ ഡൗട്ട്സോ ഒന്നും തോന്നണ്ട. തനിയെ പോകാനാണെങ്കിലും എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ് ദുബായ് RTA. പിന്നെന്താണ്, തനിക്കുട്ടൻ ഇങ്ങനെ വെളിയിലോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മെട്രോയിൽ യാത്ര ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. തിരിച്ചൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. തനിക്കുട്ടൻ ബിരിയാണിയും, ആസ് യൂഷ്വൽ ബിരിയാണിയും, ഞാനാണെങ്കിൽ ഒരു ഇലച്ചോറ്, ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്ത് നല്ല അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ടാറ്റാ, ബൈ ബൈ, സീ യു.